2024 മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും അധികം ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമയായിരുന്നു. എന്നാൽ പുഷ്പ ദ റൂൾ എന്ന അല്ലു അർജുൻ സിനിമ ഇറങ്ങിയതിന് ശേഷം, അതായത് പുഷ്പ 2 ഇറങ്ങിയതിന് ശേഷം ആ റെക്കോർഡിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2024 ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും അധികം ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ പുഷ്പ 2 ആയി മാറിയിരിക്കുകയാണ്. ഇനി ഇത് തിരുത്തി കുറിക്കണമെങ്കിൽ ബറോസ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ലാലേട്ടൻ്റെ ബറോസ് ഡിസംബർ 25-നാണ് ബറോസ് ഇറങ്ങുന്നത്. ഒരുപാട് ആളുകൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായിരുന്നു പുഷ്പ 2. അതിന് കാരണം പലതുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും പുഷ്പ 1 നല്ല രീതിയിൽ കണക്റ്റായ ഒരു സിനിമയായിരുന്നു. അതുപോലെ മലയാളികളുടെ സ്വന്തം അല്ലു അർജുൻ്റെ സിനിമ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ശക്തമായ വില്ലൻ വേഷം. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരുന്നിരുന്നത്. എന്നാൽ സിനിമ ഇറങ്ങിയതിന് ശേഷം നെഗറ്റീവും പോസിറ്റീവുമായ റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലും നെഗറ്റീവ് തന്നെയാണ്. എന്തായാലും സിനിമ കുറച്ച് നല്ല റെസ്പോൺസ് വരുന്നത് നോർത്ത് സൈഡിൽ നിന്ന് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ പ്രധാന വിഷയം. ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ അഴിഞ്ഞാട്ടം തന്നെ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിരാശനാകാനാണ് സാധിച്ചത്. അദ്ദേഹം ഈ സിനിമയിൽ നന്നായി അഭിനയിച്ചു, അതിലൊരു തർക്കവുമില്ല. നല്ല രീതിയിൽ തന്നെ തന്നാൽ കഴിയുന്ന രീതിയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് സിനിമയിൽ നൽകിയ പ്രാധാന്യം ടിപ്പിക്കൽ തെലുങ്ക് സിനിമകളിലെ വില്ലനെ പോലെയായി. മലയാളത്തിലെ ഇത്രയും നല്ലൊരു നടനെ കൊണ്ടുപോയി ഇതുപോലൊരു റോൾ കൊടുത്തതും അതുപോലെ തന്നെ ഇതുപോലെ അഭിനയിപ്പിച്ചതും വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫഹദ് ഫാസിലും പുഷ്പയെക്കുറിച്ച് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ തൃപ്തികരമായിട്ടുള്ള മറുപടികൾ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തൃപ്തികരമായിട്ടുള്ള മറുപടികൾ ആയിരുന്നില്ല. പുഷ്പ 2-ന്റെ മിക്ക പ്രൊമോഷൻ പരിപാടികളിലും ഫഹദ് ഫാസിലിനെ കാണാത്തതും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ അതിന് കാരണം ഇതാണോ എന്ന് അറിയില്ല. മിക്ക പ്രൊമോഷൻ പരിപാടികളിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമായിട്ട് ആ പ്രൊമോഷനിൽ അതിൽ പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരാൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിലൊരു പന്തികേട് തോന്നിയില്ലേ? എനിക്ക് തോന്നിയതാണ്. അതായിരിക്കില്ല ഒരുപക്ഷെ കാരണം. ഇനി ഈ ഒരു സിനിമയ്ക്ക് മൂന്നാം ഭാഗം കൂടി വരുന്നുണ്ട്. അതിലെന്തെങ്കിലും റോൾ ഉണ്ടാകുമോ എന്നോ, അതുപോലെ ശക്തമായ തിരിച്ചുവരവ് 3-ാം ഭാഗത്തിലാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രമുഖ ചാനലിനെ നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ പുഷ്പ സിനിമ കൊണ്ട് തനിക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. സംവിധായകൻ സുകുമാരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമ ചെയ്തു വെച്ചെന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാകേണ്ടതായിരുന്നു. അതായത് ഫഹദ് ഫാസിലിനെ അത്രയും വലിയ ഗംഭീര റോളൊന്നും ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നേണ്ടതായിരുന്നു. എന്തായാലും പുഷ്പയുടെ ഹൈപ്പിൽ നമ്മളെല്ലാവരും വീണുപോയി എന്ന് തന്നെ പറയാം. പ്രൊമോഷൻ ടൈമിൽ വന്ന് മലയാളികൾക്ക് വേണ്ടി സിനിമയിൽ ഒരു പാട്ടിൽ എല്ലാ ഭാഷയിലും ഒരുപോലെ കേൾക്കുന്ന മലയാളം വരികൾ ഉണ്ട്, അതുപോലെ മലയാളത്തിന് വളരെയധികം അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ടും മലയാളത്തിൽ ഇത്രയധികം ഫാൻസ് ഉള്ള ഒരു നടനെ ഇതുപോലൊരു റോൾ നൽകുമെന്ന് പ്രതീക്ഷയില്ല. അതായത് നമ്മുടെ അല്ലു അർജുൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലു അർജുൻ നല്ല രീതിയിൽ തന്നെ മലയാളത്തിനെ ആ ഒരു പ്രൊമോഷന് സമയത്ത് പൊക്കി പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരൊരു റോള് ഫഹദ് ഫാസിലിന് ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിശക്തമായ ഒരു റോളായിരിക്കുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. എന്തായാലും പുഷ്പ ഫസ്റ്റ് പാർട്ടിൽ വളരെയധികം പ്രതീക്ഷ ഉയർത്തിയ ഒരു റോളായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ. എന്നാൽ ആ റോളിനെ പുഷ്പയ്ക്ക് ആളാവാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെയാണ് പുഷ്പ 2-ലെത്തിയപ്പോൾ നമുക്ക് തോന്നുന്നത്. പഴയകാല തമിഴ് സിനിമകളിൽ നായകനെ പൊക്കി കാണിക്കാനായി ഒരു കോമഡി കഥാപാത്രത്തിനെ വെക്കാറുണ്ട്. നായകൻ എത്ര വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ കോമഡി കഥാപാത്രത്തിനെയാണ് കളിയാക്കി ചിത്രീകരിക്കാറ്. അതുപോലെയാണ് ഈ സിനിമയിൽ നായകനെ പൊക്കി കാണിക്കാൻ വില്ലനെ കളിയാക്കി താഴ്ത്തിക്കെട്ടി തകർത്തെടുക്കുന്നത്. എന്തായാലും സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, അല്ലു അർജുൻ ഫാൻസിന് കൈയടിക്കാനുള്ള കുറച്ച് സീനുകളൊക്കെ സിനിമയിലുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ആക്ഷൻ രംഗങ്ങളൊക്കെ നന്നായിരുന്നു. മൊത്തത്തിൽ സിനിമ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എന്തായാലും നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഏകദേശം 300 കോടിയോളം തന്നെ സിനിമ കളക്ഷൻ നേടി എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഫസ്റ്റ് ഡേയിൽ 300 കോടിക്കധികം കളക്ഷൻ നേടിയെന്ന്.